കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പട്ടിക നീളുന്നത് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂരിൽ ടി.ഒ. മോഹനൻ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ അഭിപ്രായവും നേതൃത്വം തേടി. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഈ സമയം വരെ പോരുന്നത്. പക്ഷേ ഇപ്പോൾ ടി.ഒ. മോഹനൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഒപ്പം ഇന്ന് തന്നെ പട്ടിക പ്രഖ്യാപിക്കുമെന്നും അറിയുന്നു. വിവരങ്ങൾ അർജുൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ വരും എന്ന് ഏതാണ്ട് ഉറപ്പാവുകയാണ്. അല്പസമയത്തിനകം തന്നെ പട്ടിക പുറത്തു വരും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കെ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല എന്ന കാര്യത്തിലേക്ക് കാര്യം പോവുകയാണ്. നേരത്തെയും അതേ രീതിയിൽ തന്നെയാണ് AICC ആ പട്ടിക തയ്യാറാക്കിയിരുന്നത്. അതിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യത മങ്ങുന്നു എന്നുള്ളതാണ്. കെ സുധാകരൻ ഇന്ന് തന്നെ മാധ്യമങ്ങളെ കാണാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഡൽഹിയിൽ വാർത്താ സമ്മേളനം വിളിച്ചേക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. പക്ഷെ ഇപ്പോഴും അതും സ്ഥിരീകരിച്ചിട്ടില്ല. കെ സുധാകരനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് കെ സുധാകരൻ നാളെ മാത്രമേ ഡൽഹിയിൽ നിന്നും മടങ്ങുകയുള്ളൂ എന്ന് കെ സുധാകരന്റെ അടുത്ത വൃത്തങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ വന്ന് കൊച്ചിയിൽ നിന്നും കണ്ണൂരിലേക്ക് ട്രെയിൻ വന്ന് കണ്ണൂരിൽ വലിയ സ്വീകരണത്തോടുകൂടി ഒരു ഓളം ഉണ്ടാക്കുക എന്ന രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെയാണ് കെ സുധാകരൻ ക്യാമ്പ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യത തീരെയില്ല എന്നുള്ള രീതിയിലേക്ക് നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഹൈക്കമാൻഡ് ഏതെങ്കിലും ഒരു നേതാവിന്റെ കീഴിൽ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പാർട്ടിക്ക് ചീത്തപ്പേര് എന്നുള്ള രീതിയിലേക്ക് ഹൈക്കമാൻഡും എത്തുന്നു. പക്ഷേ AK ആന്റണിയുടെ ഒരു ഇടപെടലാണ് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. AK ആന്റണിയാണ് കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. AK ആന്റണി ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയായിരുന്നു. അങ്ങനെയാണ് കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കുക, കെ സുധാകരന് മാത്രമായി ഒരു ഇളവ് നൽകുക എന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു ധാരണയിലേക്ക് പോയത്. പക്ഷെ അത് ദോഷം ചെയ്യും എന്നാണ് AICC വിലയിരുത്തിയിട്ടുള്ളത്. കാരണം ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പാർട്ടിയുടെ സംവിധാനം ആകെ മുട്ടുമടക്കുന്നു എന്നുള്ള ഒരു രീതി വന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ തന്നെ പോകേണ്ടി വരും. ഒരു തരത്തിലും പാർട്ടി പ്രവർത്തനം, പാർട്ടിയുടെ ഒരു സംവിധാനം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കും അത് എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ മത്സരിപ്പിക്കേണ്ടതില്ല. ടി.ഒ. മോഹനാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര്. ഒന്നാം സ്ഥാനത്ത് തുടക്കം മുതലുണ്ടായിരുന്ന, അതായത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ തുടക്കം മുതലുണ്ടായിരുന്ന പേര് ടി.ഒ. മോഹന്റേതാണ്. ആ ടി.ഒ. മോഹന്റെ പേരുമായി മുന്നോട്ട് പോവുക, അതിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല എന്ന് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. അതിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, ധാരണയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നേരത്തെയും അതേ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നത്. AICCക്ക് പ്രിന്റ് ചെയ്ത് കൊടുത്ത ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ടി.ഒ. മോഹന്റെ പേരാണുള്ളത്. അത് മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഒപ്പുവെക്കുക എന്ന ഒറ്റ പ്രോസസ് മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒപ്പ് ഇതിൽ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് 7 മണിയോടുകൂടി ഈ പട്ടിക പുറത്തു വരും എന്ന കോൺഗ്രസിന്റെ ഡൽഹിയിലുള്ള നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം അല്ലെങ്കിൽ പട്ടിക പ്രഖ്യാപിക്കുന്ന ആ നിമിഷം തന്നെ ടി.ഒ. മോഹനെയും ആനയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം കണ്ണൂർ നഗരത്തിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ മണ്ഡലം കമ്മിറ്റികളോടും സജ്ജമായി പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഓരോ മണ്ഡലം കമ്മിറ്റിയിലും ചുരുങ്ങിയത് 25 പേരെയെങ്കിലും എത്തിക്കുക, ഒരു 500-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ടി.ഒ. മോഹനെയും ആനയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം കണ്ണൂർ നഗരത്തിൽ ഇന്ന് തന്നെ നടത്തുക. ഒരു വലിയ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് പ്രവർത്തകർ ഈ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കൊപ്പമാണ് എന്നുള്ള ഒരു പൊതുധാരണ വരുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികൾ, ബ്ലോക്ക് കമ്മിറ്റികളൊക്കെ തന്നെ ഇപ്പോൾ നടത്തുകയാണ്. ഇന്ന് രാവിലെ DCC ഓഫീസിൽ മണ്ഡലം കമ്മിറ്റിയുടെ യോഗം നടന്നിരുന്നു. ആ മണ്ഡലം കമ്മിറ്റിയുടെ യോഗത്തിൽ കെ സുധാകരനെ മത്സരിപ്പിക്കരുത് എന്ന ശക്തമായ വാദം ഉയർത്തി 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ, 10 മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ എല്ലാ നേതാക്കളും പങ്കെടുത്ത ആ യോഗത്തിൽ കെ സുധാകരനെ മത്സരിപ്പിക്കരുത് എന്ന ഒരു തീരുമാനം വരിക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം കണ്ണൂരിൽ കോൺഗ്രസിന്റെ അവസാന വാക്ക് എന്നുള്ളത് കെ സുധാകരനാണ്. ആ കെ സുധാകരനാണ് ഇത്തരത്തിലുള്ള
നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ കെ സുധാകരനെ അവഗണിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത അല്പം പോലും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ടിഒ മോഹനൻ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം എന്ന് ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുമുണ്ട്. അർജുൻ, മനോജ്, ഈ കോൺഗ്രസിന്റെ കാര്യമായതുകൊണ്ടാണ് നമുക്ക് ഈ ഉറപ്പിച്ച് ഒന്നും പറയാൻ പറ്റാത്തത്. കാരണം ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ കണ്ണൂരിൽ ടിഒ മോഹനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം കേരളത്തിലെ പ്രധാന നേതാക്കളായ സണ്ണി ജോസഫും വി.ഡി. സതീശനും ഒക്കെ തന്നെ കേരളത്തിലേക്ക് തിരിക്കുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് വീണ്ടും ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. കെ സുധാകരൻ പ്രതിഷേധം കടുപ്പിച്ചതോടെ സുധാകരനിലേക്ക് വീണ്ടും ഹൈക്കമാൻഡ് വഴങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനുശേഷം ഇവിടെ കണ്ണൂരിൽ മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടെ സുധാകരനെതിരെ എതിർപ്പ് ഉയർന്നു. ഇപ്പോൾ വീണ്ടും ടിഒ മോഹനൻ സ്ഥാനാർത്ഥിയാകുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ ഉറപ്പിക്കാൻ സാധിക്കുമോ? നമുക്ക് ടിഒ മോഹനൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ വല്ല മാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ തീരുമാനത്തിൽ? കോൺഗ്രസിന്റെ കാര്യമാണ്. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, ആര് സ്ഥാനാർത്ഥിയാകുമെന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം കെ സുധാകരൻ എന്ത് നീക്കം നടത്തും? കെ സുധാകരൻ സ്വതന്ത്രനായി സ്ഥാനാർത്ഥിയാകുമോ? കെ സുധാകരൻ റെബിലായി മത്സരിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ കെ സുധാകരൻ നേരിട്ട് കണ്ണൂരിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. കെ സുധാകരൻ മത്സരിക്കാതെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കുക. എന്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, അർജുൻ, ഉറപ്പായും കെ സുധാകരൻ ഇടഞ്ഞു തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരന്റെ കാര്യത്തിൽ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകാൻ സാധ്യത പി.കെ. രാഗേഷ് ആകാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായും കെ സുധാകരൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കെ സുധാകരനുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കെ സുധാകരൻ പോകാൻ സാധ്യത. പക്ഷേ ഈ സംവിധാനത്തിനെതിരായ ഒരു നീക്കം, ഒരു പടയൊരുക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലും ഈ സംവിധാനവുമായി, അതായത് വി.ഡി. സതീശന്റെയും കെ.സി. വേണുഗോപാലിന്റെയും നേതൃത്വത്തിലുള്ള ഈ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ കെ സുധാകരൻ നിൽക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അത്രയധികം അപമാനം ഏൽക്കേണ്ടി വന്നിട്ട് കെ സുധാകരൻ തീരുമാനിക്കുന്നത് കണ്ണൂരിൽ നടപ്പാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കണ്ണൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കുന്ന ആർക്കും മനസ്സിലാകും. കണ്ണൂരിൽ കെ സുധാകരൻ പറയുന്നതാണ് അവസാന വാക്ക്, കണ്ണൂരിൽ കെ സുധാകരൻ എടുക്കുന്നതാണ് അവസാന വാക്ക്. ആ അവസാന വാക്ക് എന്നുള്ള ആ പ്രയോഗത്തിന് തന്നെ ഒരു കോട്ടം സംഭവിച്ചിരിക്കുന്നു. ആ കെ സുധാകരന്റെ അപ്രമാദിത്യം കണ്ണൂരിൽ അവസാനിക്കുകയാണ്. കെ സുധാകരൻ യുഗം അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഉറപ്പായും കെ സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കിയിട്ടില്ലെങ്കിൽ അത് കെ സുധാകരന്റെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു അന്ത്യം എന്ന് തന്നെ നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും. കാരണം കെ സുധാകരന്റെ വാക്ക് കേൾക്കാത്ത ഒരു സംവിധാനം കണ്ണൂരിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും കെ സുധാകരന്റെ ആ താരപ്രഭ, അല്ലെങ്കിൽ അദ്ദേഹം നിയന്ത്രിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കണ്ണൂരിലെ കോൺഗ്രസ് പൂർണ്ണമായും കെ.സി. വേണുഗോപാലിന്റെ കൈകളിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും കെ.സി. വേണുഗോപാൽ എന്നുള്ള രീതിയിലേക്ക് കണ്ണൂരിൽ പാർട്ടിയും പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിലും അതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. കെ സുധാകരന് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാനുള്ള കണ്ണൂരിൽ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ ഇക്കാര്യത്തിൽ കാണുന്നില്ല. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനം കെ സുധാകരൻ എന്ത് പറയും, അത് വാർത്താ സമ്മേളനം നടക്കുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇപ്പോഴുമില്ല. വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള ഒരു പ്രചരണം വീണ്ടും വരികയാണ്. അതായത് നേരത്തെ കെ സുധാകരന് സീറ്റില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് കെ സുധാകരൻ ഇതാ വാർത്താ സമ്മേളനം വിളിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. കെ സുധാകരൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ നിറയുന്നു. കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ നിറയുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഒരു തന്ത്രം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം അതിനെ കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു തരത്തിലും ഹൈക്കമാൻഡ് കെ സുധാകരന് വഴങ്ങാൻ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെ സുധാകരന് വഴങ്ങിയാൽ, പാർട്ടി മുട്ടുമടക്കിയാൽ അത് വലിയ നാണക്കേടുണ്ടാകുമെന്നാണ് വി.ഡി. സതീശന്റെ അഭിപ്രായം. ഒരു സംവിധാനം, അതായത് ഒരു പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരാൾക്കൂട്ടമായി കോൺഗ്രസിനെ മാറ്റരുത് എന്നാണ് വി.ഡി. സതീശൻ അനുകൂലികൾ വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും ഒക്കെ ആ നിലപാടിൽ നിൽക്കുകയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പാർട്ടിയുടെ സംവിധാനത്തെ
ഇരുട്ടിൽ നിർത്തുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ഒരു ഭരണം UDF-ലേക്ക് എന്നുള്ള പ്രതീതി മൊത്തത്തിൽ പരന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുത്തത്. കോൺഗ്രസിന്റെ കുളം തോണ്ടുന്നു, സ്വയം കുഴിയിൽ തീർക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവരും ആകെ ഒരു എന്ത് സംഭവിക്കുന്നു എന്ന് കോൺഗ്രസുകാർക്ക് പോലും അറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അർജുൻ. മനോജ്, മറ്റൊരു പ്രധാന കാര്യം കൂടി, ഈ സുധാകരന്റെ ഇനിയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ നടത്താൻ പോകുന്നു എന്ന് പറയുന്ന വാർത്താ സമ്മേളനം ഉറ്റുനോക്കുന്നത് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും മാത്രമല്ല, BJP നേതൃത്വവും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് സുധാകരന്റെ നീക്കങ്ങൾ. തീർച്ചയായും സുധാകരന്റെ നീക്കങ്ങൾ ഒരു ഘട്ടത്തിൽ രഘുനാഥിനോട് പോസ്റ്റർ ഫ്ലക്സുകൾ അച്ചടിക്കുന്നത് നിർത്താൻ വരെ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് BJP നേതാക്കൾ ഞങ്ങളോട് അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ രഘുനാഥാണ് കണ്ണൂർ സ്ഥാനാർത്ഥി. രഘുനാഥ് ഈ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം കൂടുതൽ ഫ്ലക്സ് ബോർഡുകളും നോട്ടീസുകളും ഒക്കെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രസ്സിൽ അത് അച്ചടി നിർത്താൻ വേണ്ടി വരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് സുധാകരൻ ഒരുപക്ഷെ വിട്ടുവരികയാണെങ്കിൽ, BJP-യിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സുധാകരനെ തന്നെ മത്സരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കം. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനും സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ BJP-യിലേക്ക് ഇപ്പോൾ സുധാകരൻ പോകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയില്ല. എന്തായാലും MP ആണ് സുധാകരൻ. ആ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് സുധാകരൻ ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറയാൻ പോകുന്നത് ഉറപ്പായും അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്വം അദ്ദേഹം രാജിവെക്കാനുള്ള ഒരു സാധ്യത മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും കേരളത്തിൽ നിന്ന് പറയാം എന്ന് മാത്രമായിരിക്കും ഒരുപക്ഷെ സുധാകരൻ പറയാൻ പോകുന്നത്. എന്തായാലും എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ സുധാകരന്റെ നിലപാട് എന്ത് എന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. സുധാകരന്റെ നീക്കങ്ങൾ BJP സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. രഘുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സുധാകരനുമായി ബന്ധപ്പെട്ടു. സുധാകരൻ അവരോട് കാത്തിരിക്കാനും അതോടൊപ്പം തന്നെ പറയാം എന്നല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും സുധാകരൻ BJP-യിലേക്ക് ഉടൻ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോകാനുള്ള ഒരു സാധ്യത ഏതായാലും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ കരുനീക്കങ്ങൾ സുധാകരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അർജുൻ.